ചേലൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് മോഹൻ നമുക്കൊപ്പമുണ്ട്. ദീപക് മോഹൻ, ചേലൂരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആനയുള്ള ഇടം എവിടമാണ് എന്ന് കൃത്യമായി വനംവകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ചേലൂരിൽ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സുജയ, നിലവിൽ ഈ കാട്ടാന ഇന്നലെ രാത്രിയോടുകൂടി പടമലയിൽ നിന്ന് ചേലൂരിൽ മണ്ണുണ്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിയെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. രാവിലെ അവർ ഈ റേഡിയോ കോളർ സിഗ്നൽ പരിശോധിച്ചിരുന്നു. ആ സമയത്താണ് ഈ പടമലയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചേലൂർ മണ്ണുണ്ടി ആദിവാസി കോളനിക്ക് സമീപമുള്ള വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ഇവരിപ്പോൾ വീണ്ടും ഈ റേഡിയോ കോളർ സിഗ്നലുകൾ പരിശോധിക്കുന്നുണ്ട്. റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനം വകുപ്പിന്റെ സംഘം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. ഈ കാട്ടാന ഇവിടെ നിന്ന് എളുപ്പത്തിൽ ഈ നാഗർഹോള വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ് നാഗർഹോള. അതായത് ഈ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വനമേഖലയാണ്. കാട്ടിക്കുളത്തിനടുത്താണ് സ്ഥലം. ഈ പടമലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇന്നലെ രാത്രി പടമലയിലെ ഈ തോട്ടത്തിന്, അതായത് ഈ കൃഷിയിടത്തിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആന ഈ ഭാഗത്തോടുകൂടി ഈ തോട്ടത്തിലൂടെ കയറി റോഡ് കുറുകെ കടന്നാണ് ഇപ്പോൾ മണ്ണുണ്ടി കോളനിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. നേരത്തെ ഇവർ ഈ റേഡിയോ കോളർ സിഗ്നലുകൾ പരിശോധിച്ചിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനപാലക സംഘം ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. വീണ്ടും ഒരു തവണ കൂടി റേഡിയോ കോളർ സിഗ്നലുകൾ പരിശോധിക്കേണ്ടതായുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായി ആനയുടെ ലൊക്കേഷൻ വനംവകുപ്പിന് മനസ്സിലാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ട് വരെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ രാത്രിയായതിനെ തുടർന്ന് ദൗത്യം വനംവകുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വീണ്ടും ദൗത്യം പുനരാരംഭിച്ചിരിക്കുകയാണ്. രാവിലെ ഈ മൂടൽമഞ്ഞിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഈ ദൗത്യം പുനരാരംഭിക്കാൻ അല്പം വൈകി. എന്നാൽ ഇപ്പോൾ വെളിച്ചം വീണതോടുകൂടി വീണ്ടും ഈ റേഡിയോ കോളർ സിഗ്നൽ പരിശോധിച്ച് ആനയുള്ള സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. മയക്കുവെടി സംഘവും ഒപ്പം അവരുടെ ഒരു പദ്ധതി എന്താണ്? വനംവകുപ്പിന്റെ ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ചേലൂരിൽ ഇപ്പോൾ ദീപക് സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് തന്നെയാണ് വനം. വനത്തിലേക്ക് ആനയെ കാട് കയറ്റാനാണോ അതോ മയക്കുവെടി വെക്കാനാണോ? എന്താണ് കൃത്യമായ പദ്ധതി? നിലവിൽ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട ആനയായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കാട്ടാനയെ കർണാടക വനാതിർത്തി അടുത്തായതുകൊണ്ടും കാട്ടാനയെ വനമേഖലയിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് സ്വീകരിച്ചുകൂടാ എന്ന് പറയാൻ കഴിയില്ല. കാരണം കർണാടകയുടേതാണ് ആന. കർണാടകയിൽ നിന്ന് പിടികൂടി, കർണാടകയിലെ ബേലൂരിൽ നിന്ന് പിടികൂടി, ഹാസനിലെ അടുത്തുള്ള ബേലൂരിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ കേരള കർണാടക വനാതിർത്തിയിൽ കൊണ്ടുപോയി വിട്ടത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ വീണ്ടും കർണാടക വനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പിന് കഴിയുകയാണെങ്കിൽ അതോടുകൂടി അവർ ദൗത്യം ഉപേക്ഷിക്കും. അതല്ല കേരള പ്രദേശത്ത് അല്ല കേരള അതിർത്തി മേഖലയിലാണ് ഈ ആന തുടരുന്നതെങ്കിൽ ഒരുപക്ഷെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളും നടത്തും. ഇന്ന് രാവിലെ ആദ്യമായി ഈ റേഡിയോ കോളർ സിഗ്നൽ പരിശോധിച്ച സമയത്ത് ഈ മണ്ണുണ്ടി കോളനിയോട് സമീപത്തായിട്ടുള്ള ചേലൂർ കാട്ടിക്കുളത്തിനടുത്തുള്ള ഈ പ്രദേശത്താണ് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിലേക്ക് എത്തുന്നതും റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ എത്തുന്നതും. വീണ്ടും രണ്ടാമതൊരു തവണ കൂടി പരിശോധിക്കേണ്ടതായുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായി ഇവരുടെ ആക്ഷൻ പ്ലാൻസ് മനസ്സിലാവുക. റേഞ്ച് ഓഫീസറും അതുപോലെ തന്നെ ഉന്നത വനംവകുപ്പ് ജീവനക്കാരും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഈ മയക്കുവെടി സംഘവും മെഡിക്കൽ ടീം അടങ്ങുന്ന സംഘവും സ്ഥലത്തെത്തേണ്ടതുണ്ട്. അതോടൊപ്പം ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടതുമായുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കുന്നതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഓക്കെ, നമുക്കിപ്പോൾ ചേലൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ വാർത്താ സംഘം ചേലൂരിലേക്ക് നേരിട്ടെത്തി അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ചേലൂരിലെ കാപ്പിത്തോട്ടത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിവരമാണ്. അവിടെ തന്നെ എവിടെയാണ് ആന ഇപ്പോൾ നിൽക്കുന്നത് എന്നതിലാണ് വിവരങ്ങൾ ലഭിക്കേണ്ടത്. ഫ്രീക്വൻസി പരിശോധിച്ച് ആനയെ നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ, ഇതിലേതിലേക്കാണ് വനംവകുപ്പ്
കടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ആനയെ മയക്കുവെടി വെക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വനംവകുപ്പിന്റെ ജീപ്പ് വരുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. കൂടുതൽ ഉദ്യോഗസ്ഥർ ചേലൂരിലേക്ക് എത്തുകയാണ്. ചേലൂരിൽ തന്നെയാണ് ആന ഇപ്പോഴുള്ളത് എന്നതിന് സ്ഥിരീകരണമാവുകയാണ്. ചേലൂരിൽ കാപ്പിത്തോട്ടത്തിനുള്ളിൽ ആനയുണ്ട് എന്ന വിവരമാണ് നേരത്തെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ മോഴയാന ചേലൂരിലുണ്ട് എന്നതിന് സ്ഥിരീകരണമാവുകയാണ്. തണ്ണീർക്കൊമ്പനൊപ്പം കാടിറങ്ങിയ മോഴയാന ഒരാളുടെ ജീവനെടുത്തു. ഇന്നലെ രാവിലെ 7:11 കൂടിയാണ് അജീഷിന്റെ ജീവനെടുത്തത്. ഇപ്പോൾ ചേലൂരിലെത്തി നിൽക്കുകയാണ് ആന. ദീപക് മോഹൻ, ഈ പ്രദേശത്തിന് ചുറ്റും വീടുകളുണ്ടോ, ആൾതാമസമുണ്ടോ? ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതിയും പ്രത്യേകതകളും എങ്ങനെയാണ്? സുജയ, ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന കാളന്തി നദി ഒഴുകി ബാവലിയിലേക്ക്, അതായത് കർണാടക ബാവലിയിൽ ചേരുന്ന ഒരു പ്രദേശമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണിത്. ഇവിടെ ഈ നിരവധി ആദിവാസി കോളനികളുണ്ട്. ആദിവാസി വിഭാഗത്തിലെ അടിയ ആളുകൾ താമസിക്കുന്ന ആദിവാസി കോളനിക്ക് സമീപത്തായാണ് വനമേഖല. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആദിവാസി കോളനികൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഈ ആദിവാസി കോളനികളിൽ ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നത് ഇവർ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആന എത്തിയ സമയത്ത് ഇവർ വലിയ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് പുലർച്ചയോടുകൂടി ഈ മേഖലയിലെ ആളുകൾ ആനയെ കണ്ടു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതായത് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി, റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇനി ഈ റേഡിയോ കോളറിന്റെ സിഗ്നൽ പരിശോധിക്കുക. റേഡിയോ കോളറിന്റെ ട്രാക്കർ ഐഡിയും അതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തേടാം. എന്നാണ്